ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇന്ന് ഗൈഡൻസ് മെസ്സേജ് ജസ്റ്റ് സിമ്പിൾ ഒറക്കിൾ മെസ്സേജ് മാത്രമേ എടുക്കുന്നുള്ളൂ, എനർജി എടുക്കുന്നില്ല. ഓക്കെ, വലിയ റീഡിങ് ആക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് മെസ്സേജസ്. ഓക്കെ, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പലതരത്തിലിടല്ലേ, ഇന്ന് സിമ്പിൾ ആക്കാം. ഓക്കെ, ജസ്റ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയുന്നത് നോക്കാം, നിങ്ങളുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട്. ഓപ്പർച്യൂണിറ്റി നോക്സ്, വെരി ഗുഡ്. ഒറിജിനാലിറ്റി, ആനിമൽ ബോണ്ട്, ഓക്കെ, ചിലവർക്ക് ആവാം അത്. മെമ്മറീസ്, നോളജ്, വെക്കേഷൻ, കോമ്പറ്റീഷൻ. ഒരു കാർഡ് കൂടി എടുത്തേക്കാം, ഇല്യൂഷൻ, എംബ്രേസ് ദ ട്രൂത്ത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ കാര്യം നമുക്ക് ആദ്യം തന്നെ കാണുന്നത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് എടുക്കാൻ മടിക്കണ്ട, നിങ്ങളത് ഓപ്പർച്യൂണിറ്റി എടുക്കൂ. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യത്തിലായാലും നിങ്ങളുടെ ലൈക്ക് കരിയർ, സ്റ്റഡീസ്, എന്ത് തന്നെയായാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒറിജിനാലിറ്റി. ഓക്കെ, എന്തായാലും അത് മീൻസ് അത് നല്ലതാണ്, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് വരുന്നത്, എടുത്തോളൂ, മുന്നോട്ട് പോയാൽ അതിൽ ഗ്രോത്ത് കാണും എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഒറിജിനാലിറ്റി ഉണ്ട്. ഒറിജിനാലിറ്റി എന്ന് ബ്ലേസ് യുവർ ഓൺ ട്രെയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം. ഓക്കെ, ചിലപ്പോൾ ഇതായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി വരുന്നത്, അതായത് നിങ്ങളുടെ എന്തെങ്കിലും ടാലൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു അവസരമായിരിക്കാം, ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഒന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ആയിരിക്കാം. ഡാൻസോ പാട്ടോ ആർട്ടിസ്റ്റിക് കഴിവുകളോ ഒന്നും വേണ്ട, ജസ്റ്റ് ഈവൻ ജോലിയുടെ അത് പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വരുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. ഓക്കെ, നിങ്ങളുടെ ടാലൻസിനെയൊക്കെ പുറത്തെടുക്കാൻ നിങ്ങൾ മടിക്കണ്ട. നിങ്ങൾ കോമ്പറ്റീഷനെ കുറിച്ചൊന്നും, ആക്ച്വലി ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്, കോമ്പറ്റീഷനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. ഓക്കെ, അതായത് മറ്റുള്ളവർ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് പറ്റുമോ പറ്റില്ലേ എന്നുള്ള ചിന്തകളൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. നിങ്ങളെങ്ങനെയാണോ, ഓക്കെ, അങ്ങനെ തന്നെ നിങ്ങളിരിക്കുക, അത് തന്നെ വലിയ ബെസ്റ്റാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഓക്കെ, വേറെ ആൾക്കാർ അത് അവർക്ക് കിട്ടാനുള്ളത് അവർക്ക് കിട്ടും, പക്ഷെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്കും കിട്ടും. ഓക്കെ, സോ ഒരിക്കലും നമ്മൾ കമ്പാരിസൺ വേണ്ട, നിങ്ങൾ അത് ആലോചിച്ച് പേടിക്കും വേണ്ട. ഓക്കെ, സക്സസ് കിട്ടുമോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പക്ഷേ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനേക്കൊന്ന് പുറത്തെടുക്കാം, അതിനെ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആൻഡ് അനിമൽ ബോണ്ട് കാണുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ അനിമൽസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം അനിമൽസിനെ കെയർ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി അനിമൽസിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചിലവർ ഒന്നുമില്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവണമെന്നില്ല, വെറ്റിനറി ആവണമെന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അനിമൽസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, മെമ്മറീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചെറിഷ് യുവർ മെമ്മറീസ് വിത്ത് ലവ്ഡ് വൺസ്, മെമ്മറീസ് ഓഫ് ലവ്ഡ് വൺസ്. ഓക്കെ, ചിലർ നിങ്ങളോട് പറയുന്നുണ്ട്, ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം പാസ്റ്റിലെ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ മരിച്ചവരാരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറേ ആയിട്ട് ആരെങ്കിലും കാണാത്ത ആൾക്കാരെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവാം. ആ മെമ്മറീസ് ഒക്കെ, നല്ല മെമ്മറീസ് നിങ്ങൾ ഓർക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വിഷമം വരണ്ട. ഓക്കെ, നല്ല മെമ്മറീസിനെ കുറിച്ച് ഓർക്കുക, നല്ല പോസിറ്റീവായിട്ടുള്ള മെമ്മറീസിനെ കുറിച്ച് ഓർക്കുക, അവരെ നല്ല രീതിയിൽ നിങ്ങൾ ആ മെമ്മറീസ് ഒക്കെ നിങ്ങൾ ചെറിഷ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ലൈഫിൽ എപ്പോഴും ആവശ്യമാണ് അല്ലേ, നല്ല മെമ്മറീസ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ആൻഡ് നോളജ് ഉണ്ട്, സീക്ക് നോളജ്. നിങ്ങൾ എന്തോ പഠിക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, കുറച്ചുകൂടി നോളജ് ഗെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, ചിലപ്പോൾ അതിന് വേണ്ടി കുറച്ചുകൂടി പഠിപ്പ് ആവശ്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ടാവാം. ഓക്കെ, കൂടുതൽ പഠിച്ച് എപ്പോഴും നോളജ് ഗെയിൻ ചെയ്യാൻ തോന്നിരിക്കാം. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പോയി കോളേജിൽ പോയി ഫീസ് കൊടുത്ത് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്യാം ഇഷ്ടംപോലെ, എന്ത് വാക്കും നമ്മൾ ഒരു വാക്കിട്ടാൽ മതി, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും അല്ലേ. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി, ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ AI ഉണ്ട്, AI ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതും നമുക്കൊരു നോളജാണ്, എന്തൊക്കെ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ വായിക്കാൻ കിട്ടുന്നത്, എന്ത് കണ്ടാലും അതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, എപ്പോഴും നോളജ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ലൈഫ് ലോങ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ആരും പഠിച്ച് കഴിയുന്നില്ല. ഓക്കെ, എപ്പോഴും നിങ്ങൾ കൂടുതൽ പഠിക്കാം,
മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മുന്നോട്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് പറയാം. ആൻഡ് ഇവിടെ വെക്കേഷൻ പറയുന്നുണ്ട്. ചിലവർക്ക് ഒരല്പം റിലാക്സ് കൂടി ചെയ്യൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഒരല്പം റെസ്റ്റ് എടുക്കുക. ചിലവർക്ക് വല്ല വെക്കേഷൻ വരുന്നുണ്ടാവാം, എവിടെയെങ്കിലും പോകാൻ പ്ലാൻ വല്ലതൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് കോമ്പറ്റീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, സമ്മൺ കറേജ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷനെ പേടിക്കരുത്. ഓക്കെ, കോമ്പറ്റീഷൻ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. എല്ലാ ഫീൽഡിലും, ഏത് ഫീൽഡായാലും എന്ത് കാര്യത്തിലായാലും നമ്മുടെ മുമ്പിൽ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഓക്കെ, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ അവനവനെ എന്താണോ, ഓക്കെ, അതിനെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ധൈര്യത്തോടെ, ഓക്കെ, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, നിങ്ങൾ ധൈര്യം, അവനവൻ്റെ ഉള്ളിൽ നിങ്ങൾ ധൈര്യം കൊണ്ടുവരാം. ഓക്കെ, ആൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്നത് എംബ്രേസ് ദ ട്രൂത്ത്. ചില സത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതിപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച്. ഏതെങ്കിലും വ്യക്തികളുടെ സത്യമാണോ, അതോ ചില സിറ്റുവേഷൻസിൻ്റെ സത്യമാണോ, ഓക്കെ, അല്ലെങ്കിൽ അവനവനെ കുറിച്ചുള്ള സത്യമായിരിക്കും. ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ് ചിലപ്പോൾ നിങ്ങൾ അക്നോളജ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ധൈര്യക്കുറവുകൾ, ഓക്കെ, നമ്മുടെ പേടികൾ, ഓക്കെ, അതിനെ അക്നോളജ് ചെയ്യുക. ചിലപ്പോൾ അതും ആയിരിക്കാം. എംബ്രേസ് ദ ട്രൂത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഉള്ളിലുള്ള ചില എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നമ്മൾ എന്തിനാണ് ഇനിയും കൂടുതൽ എന്താ പഠിക്കേണ്ടത്, നമ്മൾ എന്താണ് നമ്മളെ തന്നെ ബെറ്റർ ആക്കേണ്ടത്, കറേജ് വേണോ, സെൽഫ് കോൺഫിഡൻസ് വേണോ, എന്താ വേണ്ടത്, നിങ്ങൾ അവനവനിലേക്ക് ആക്ച്വലി നോക്കുക. അതുകൊണ്ട് പ്ലസ് ചുറ്റുപാടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഐ തിങ്ക് ചില ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആരെയാണ് എന്നൊക്കെ ഒന്ന് നന്നായിട്ട് ആലോചിക്കാം. എനിക്ക് ചില ആരെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസിൻ്റെ കാര്യങ്ങളോ ആയിരിക്കാം. ചിലത് നമുക്ക് നല്ലതല്ല എന്ന് നമ്മൾ അറിഞ്ഞിട്ടും ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അത് വിട്ടു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവാം. ചിലത് എന്താ പറയുക, ചില വ്യക്തികളായിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ കൂടെ അത് വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല, അതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് നല്ലോണം ആലോചിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും നമുക്കൊരു പോസിറ്റീവ് കാര്യമായിട്ട് പ്രതീക്ഷിക്കാം. നമുക്ക് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റി എന്തായാലും നിങ്ങൾക്ക് വരുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.